വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 1-ാം അധ്യായത്തിലുള്ള ചോദ്യോത്തരങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്നുള്ള അധ്യായങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ആദിയിൽ ഉണ്ടായിരുന്നത് എന്താണ്? വചനം. രണ്ടാമത്തത്, വചനം ആരോടുകൂടെ ആയിരുന്നു? ദൈവത്തോടുകൂടെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വചനം ആരായിരുന്നു? വചനം ദൈവമായിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നത് ആര്? വചനം. 5, എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് ആര് മുഖാന്തരമാണ്? ഉത്തരം, വചനം മുഖാന്തരം. എന്താണ് വചനത്തിൽ ഉണ്ടായിരുന്നത്? ജീവൻ. അത് ആരുടെ വെളിച്ചമായിരുന്നു? മനുഷ്യരുടെ വെളിച്ചം. വെളിച്ചം എവിടെയാണ് പ്രകാശിക്കുന്നത്? ഇരുളിൽ പ്രകാശിക്കുന്നു. അന്ധകാരത്തിന് കീഴടക്കാൻ കഴിയാതിരുന്നത് എന്തിനെയാണ്? വെളിച്ചത്തെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ ദൈവം അയച്ച ഒരു മനുഷ്യനെ കുറിച്ചുള്ള പ്രതിപാദ്യമുണ്ട്. ആരാണ് ആ മനുഷ്യൻ? യോഹന്നാൻ. വിശുദ്ധ യോഹന്നാൻ എന്തിനായിട്ടാണ് വന്നത്? സാക്ഷ്യത്തിനായി വന്നു. വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ, അവൻ വഴി എല്ലാവരും വിശ്വസിക്കാൻ. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലേക്ക് വരുന്ന ഓരോ മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്നത് എന്ത്? വചനം. ലോകം സൃഷ്ടിക്കപ്പെടുന്നത് എന്തിലൂടെ? വചനത്തിലൂടെ. എങ്ങനെയുള്ളവർക്കാണ് കർത്താവ് ദൈവമക്കളാകാനുള്ള കഴിവ് നൽകിയത്? കർത്താവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും കർത്താവിനെ സ്വീകരിച്ചവർക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ദൈവമക്കൾ എവിടെ നിന്ന് ജനിച്ചു? ഉത്തരം, ദൈവത്തിൽ നിന്ന്. വചനം നമ്മുടെ ഇടയിൽ വസിച്ചത് എങ്ങനെ? മാംസമായി. അടുത്തത്, കർത്താവിന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. എങ്ങനെയുള്ള മഹത്വം? ഉത്തരം, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതനുമായ മഹത്വം. അടുത്ത ക്വസ്റ്റ്യൻ, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്, കാരണം എനിക്ക് മുമ്പ് തന്നെ അവനുണ്ടായിരുന്നു എന്ന് സാക്ഷ്യം നൽകിയത് ആരാണ്? യോഹന്നാൻ. കർത്താവിൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എന്താണ് സ്വീകരിക്കുന്നത്? കൃപയ്ക്കുമേൽ കൃപ സ്വീകരിക്കുന്നു. നിയമം ആര് വഴിയാണ് നൽകപ്പെട്ടത്? ഉത്തരം, മോശ. യേശുക്രിസ്തു വഴി നൽകപ്പെട്ടത് എന്തെല്ലാം? കൃപയും സത്യവും. ദൈവത്തെ വെളിപ്പെടുത്തിയത് ആര്? പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നീ ആരാണ് എന്ന് ചോദിക്കാൻ യഹൂദർ ജെറുസലേമിൽ നിന്ന് അയച്ചതാര്? ഉത്തരം, പുരോഹിതന്മാരെയും ലേവ്യരെയും. നീ ആരെന്നാണ് പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും ചോദ്യത്തിന് യോഹന്നാന്റെ സാക്ഷ്യം എന്തായിരുന്നു? ഞാൻ ക്രിസ്തുവല്ല. കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദമാണ് ഞാനെന്ന് പ്രവചിച്ച ദീർഘദർശി, യേശയ്യ ദീർഘദർശി. അടുത്ത്, ജലം കൊണ്ട് സ്നാനം നൽകുന്നത് ആര്? യോഹന്നാൻ. യോഹന്നാൻ സ്നാനം നൽകിക്കൊണ്ടിരിക്കുന്നത് എവിടെ? ജോർദാൻ. ജോർദാൻ അക്കരെയുള്ള സ്ഥലത്തിൻ്റെ പേരെന്താണ്? ഉത്തരം, ബെഥാനിയ. യോഹന്നാൻ 1:29 വാക്യം എന്ത്? ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അടുത്തത്, തൻ്റെ അടുത്തേക്ക് വരുന്ന യേശുവിനെ കണ്ട് യോഹന്നാൻ പറഞ്ഞതെന്ത്? ഉത്തരം, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അടുത്തത്, എന്തിനു വേണ്ടിയിട്ടാണ് യോഹന്നാൻ ജലത്താൽ സ്നാനം നൽകുന്നത്? ഉത്തരം, കർത്താവിനെ ഇസ്രായേലിനെ വെളിപ്പെടുത്താൻ വേണ്ടി. അടുത്ത, പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നത് ആര്? ഉത്തരം, യേശു. പരിശുദ്ധാത്മാവിനാൽ സ്നാനം നൽകുന്ന യേശുവിനെ കണ്ട് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തിയത് എങ്ങനെ? ദൈവപുത്രൻ. യോഹന്നാന്റെ എന്ത് സാക്ഷ്യം കേട്ടപ്പോഴാണ് യോഹന്നാനോട് കൂടെയുണ്ടായിരുന്ന 2 ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചത്? ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. റബ്ബി എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? ഗുരു. വന്നു കാണുക എന്ന് കേട്ട് യേശുവിനെ അനുഗമിച്ച ആ ശിഷ്യന്മാരോടൊപ്പം അവനോടൊപ്പം വസിക്കാൻ കയറിയത് ഏത് മണിക്കൂറിലാണ്? 10-ാം മണിക്കൂറിൽ. ശിമിയോൻ പത്രോസിൻ്റെ സഹോദരൻ്റെ പേര് എന്ത്? ഉത്തരം, അന്ത്രയോസ്. യോഹന്നാന്റെ വാക്ക് കേട്ട് യേശുവിനെ അനുഗമിച്ച ശിഷ്യന്മാരിൽ ഒരുവന്റെ പേരെന്ത്? അന്ത്രയോസ്. അന്ത്രയോസ് തങ്ങൾ ഈശോയെ കണ്ട് എന്ന് ആദ്യം പറഞ്ഞത് ആരോടാണ്? സഹോദരനായ ശിമിയോനോട്. ശിമിയോൻ പത്രോസ് എന്തെന്ന് വിളിക്കപ്പെടും എന്നാണ് യേശു പറഞ്ഞത്? കേപ്പ.